ഏത് പ്രോഗ്രാം? ഇത് തട്ടിമുട്ടി. തട്ടിമുട്ടിയാ? ആ, തട്ടിമുട്ടിയും ചട്ടിമുട്ടിക്കലും കണ്ടുകൊണ്ടിരിക്കല്ലേ ഞങ്ങൾക്ക് ഇവിടെ പണിയില്ലേ? കോമഡിയാണ്, നല്ല രസമാണ്, നിങ്ങൾ കാണരുത്. അപ്പൊ കുട്ടികളും തന്നെ കാണല്? അല്ല, ഇത് കാണുമ്പോ കുട്ടികൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുവല്ലോ. എന്ത് കോമഡി ആണോ? സീരിയലൊന്നും അല്ലല്ലോ, പ്രണയോ അങ്ങനെ വേറെ ഒന്നും അല്ലല്ലോ. പ്രണയാണെങ്കിൽ എന്താ കുഴപ്പം? എന്താണ് എനിക്കറിയില്ല, നിങ്ങൾ ഇതിന്ന് കണ്ടാണ്. എനിക്ക് ആ ഒരു കാര്യം പറയാനുള്ളൂ, ഞാൻ ഇവിടെ നാട്ടിലുണ്ടാവലില്ല. കുട്ടികൾ പഠിക്കുന്ന നേരത്ത് സീരിയല് കോപ്പ് എന്നൊന്നും പറഞ്ഞിട്ട് ഇരിക്കാൻ നിൽക്കണ്ട. അതൊന്നുമില്ല, അതല്ലേ ഞാൻ ഈ പകലിരുന്ന് കാണുന്നത്. ആ ശരി, കണ്ടോളൂ. ഇതിപ്പോ എന്താ കോമഡി? ഇതാപ്പോ കോമഡി. നിങ്ങളെ എപ്പോ നോക്കിയാലും ഒരു കാര്യം ചെയ്യും, ഇന്നെ നിക്കളിയാക്കി ഇത് കണ്ടിട്ട് ചിരിക്കാനാ. മക്കൾ പറഞ്ഞ് ഇപ്പൊ ഒരു ചൊറയണെന്ന്. ഈ പഠിപ്പിച്ചാണ്, ഞാൻ നാട്ടിലില്ലല്ലോ. ഉപ്പ ചൊറയണെന്ന് ഈ പഠിപ്പിക്കലാണ്, അല്ലാണ്ട് മക്കൾക്ക് എവിടുന്നാണ് അങ്ങനെ പറയാൻ പറ്റും? ഞാൻ പഠിപ്പിക്കണേ തന്നെയാണ്. നിങ്ങൾ അല്ലാതെ വിചാരിച്ചതൊന്ന് കാണുവോ? കണ്ടോളൂ കണ്ടോളൂ. ആ അർജുനും കാട്ടിക്കൂട്ടുന്നവരൊക്കെ അതൊക്കെ ഭയങ്കരം തന്നെ. ഞാൻ ചിരിച്ച് ചാവുന്നു. എന്ത് പറഞ്ഞാലും ഫോൺ അടിക്കണാരാ? എന്റെ ഫോണാണ്. അർജുനെ കാട്ടിക്കൂട്ട് ഭീമനാണ്, പേര് അർജുൻ തന്നെ. ഇതൊരൊറ്റ എപ്പിസോഡും വിടാതെ കാണൂലേ? നല്ല രസാണോ? നല്ല ചിരി ആയുസിന് നല്ലതാണ്. ചിരിക്ക് ചിരി വരുന്നില്ല, അത് ഞാൻ അത് എന്തിന്റെ കുഴപ്പമാവൂല്ലേ? ആ ഫോണാ അടിക്കണ പിന്നെ. എന്താണിത്? വേറൊരു പണിയില്ല. അതെന്തിനാ കട്ടാക്കണേ? അത് വേണ്ട, ആ ഫോൺ എടുക്ക. ഇത് കഴിയട്ടെ. ഉപ്പല്ലേ വിളിക്കണ? എന്തേലും വിളിക്കണില്ല. ഇത് പിന്നെയും കാണാ. ഉപ്പ വിളിക്കുമ്പോ ഫോൺ എടുത്താൽ എന്തേലും അത്യാവശ്യം പറയാനാണെങ്കിലോ? ഇതൊന്ന് കണ്ട് കഴിയട്ടെന്നോ. ഇത് കഴിഞ്ഞപ്പോ എന്തേലും ഒരു അത്യാവശ്യം പറയാനാണെങ്കിലോ? ഇങ്ങോട്ടെ, ഞാൻ തിരിച്ചു വിളിക്കാം. ഇപ്പൊ വിളിക്കണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചോളാം. ഇപ്പൊ കാണണ്ട, എനിക്ക് പോയിട്ട് ചായ തുടങ്ങും. ചെല്ലി ചെല്ലി ചെല്ലി. എനിക്കിപ്പോ ഒരു ചായ വേണം. ആ, അത് കഴിഞ്ഞിട്ട് മതി. അല്ലാന്ന് സീരിയല് കാണുന്ന നേരത്തെ ഒരു അത്യാവശ്യം ഒരാള് വിളിച്ചു കഴിഞ്ഞാ ഇതൊക്കെ തന്നെ ഞാൻ ഈ പറയണത്. ഫോണിൽ കൂടെ പറയുമ്പോ നിങ്ങൾക്കൊക്കെ വലിയ ഇതാണല്ലോ. അല്ലാന്ന് മക്കള് പറഞ്ഞ കാര്യമായിട്ട് മനസ്സിലാവില്ല. ചാ കാണണതോ ഈ ജാതി കോമഡി. മോനെ ഉപ്പല്ലേ ഇവിടെ? ഉപ്പകത്തുണ്ട്, വിളിക്കാം. വേടത്തൂടെ ഉപ്പച്ചി വിളിക്കണ്ട്. ആ സലാമുക്ക വരെ. അസ്സലാമലൈക്കും. എന്താണ് വിശേഷമൊക്കെ? സുഖല്ലേ? കല്യാണമുണ്ട്. കല്യാണമുണ്ട്. അടുത്ത മാസാണ്. അതെ, 20-ാം തീയതി. ആ, അടുത്ത മാസം 20-ാം തീയതി അല്ലേ? അതെ അതെ. ആയിക്കോട്ടെ, നടക്കട്ടെ. എല്ലാം അള്ളാഹു ഹൈറാക്കി തരട്ടെ. അതെ അതെ. പിന്നെ നിങ്ങളും മക്കളും ഭാര്യയും ഒക്കെ വരണം. ആ, എന്തായാലും വരണ്ട്. എന്തായാലും ഞങ്ങൾ എല്ലാരും വരണ്ട് കേട്ടാ. പിന്നെ എന്തൊക്കെയാ? ഒന്നുമില്ല സലാംക്ക, ഞാൻ ഇപ്പൊ വന്നിട്ട് ഒരാഴ്ചയായി. ഒരു മാസം 1.5 മാസം ലീവ് ഉണ്ട്. അത് കഴിഞ്ഞാ പോവും. അങ്ങനെ. എന്താ വീട്ടിലൊക്കെ വിശേഷം? വീട്ടിലൊക്കെ നല്ല വിശേഷം. ആ, നജീബിനോടൊക്കെ ഞാൻ ചോദിച്ചു പറയട്ടാ. ആ, കണ്ടിട്ടില്ല, വന്നിട്ട് ഒരാഴ്ചയിലായിട്ടുള്ളൂ. ആ, ഒരു 1.5 മാസം ഉണ്ടാവും. ആ, വേറെന്താ? ശാരീരിക സുഖം ഒന്നുമില്ലല്ലോ? പ്രത്യേകിച്ചിട്ട് വലിയ അസുഖമൊന്നുമില്ല. പിന്നെ എനിക്ക് എത്ര മക്കളാണ്? എനിക്കിതാ 2 ആള്. ഇതിന്റെ മൂത്താള് ചെക്കൻ വീട് എടുത്തിട്ട് തല കുത്തനെ മറിച്ചേക്കും. അത് 2ാമത്തെ ആള് ചെറുത് പെൺകുട്ടി. അങ്ങനെ പോണ്. ആ, പഠിക്കാണ് സ്കൂളിൽ. ഇപ്പൊ ഇന്ന് ലീവല്ലേ, അപ്പൊ രണ്ടും കൂടിയിട്ട് ഇവിടെ തലകുത്തി നിൽക്കാണ്. എന്താ പഠിക്കുന്ന?
ആ ഇവ 7ാം ക്ലാസ്സിലേക്കായി. ആ. ഇവളിപ്പോ 5ാം ക്ലാസ്സില്. അതെ. ആ അങ്ങനെ പഠിക്കുകയൊക്കെ ചെയ്യൂല്ലേ? പഠിക്കൊന്നും ഇല്ല, പഠിപ്പിക്കണം, തല്ലി പഠിപ്പിക്കണം, അല്ലാതെ എങ്ങനെ പഠിക്കുക? ഇപ്പോഴത്തെ മക്കളല്ലേ. അതെ, അതെ, അതെ. അങ്ങനെ അപ്പൊ എന്നാല് ഞാൻ ഇറങ്ങായി. അന്നൊരു ചായ കുടിച്ചിട്ട് ഫൗസിയെ ഒരു ചായയും കൂടി കല്യാണം വേണ്ട, ഒരു സുലൈമാനി അടിച്ചിട്ട് ചായ പോവാ. ഒന്നും വേണ്ട. മോളെ പേരെന്താ? ലിയ. നല്ലോണം പഠിക്കണട്ടാ. നല്ലോണം പഠിക്കണേ ട്ടാ. പഠിക്കണട്ടാ. ശരി, പഠിക്കണേ. ഉപ്പച്ചിയെ, ആ. ഈ ഉപ്പ കൊറേ പ്രാവശ്യം ഇവിടെ കല്യാണം പറയാൻ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഉപ്പക്ക് തോനെ മക്കളുണ്ടോ? തോനെ മക്കളൊന്നും ഇല്ലടി പൊന്നുട്ടിയെ. പിന്നെ എന്തിനാ ഇടക്കിടക്ക് കല്യാണം പറയാൻ വരുന്നേ? നമുക്കിപ്പോ എന്തൊക്കെയാ അറിയണ്ട്? കൊറേ കഥകൾ അറിയണല്ലേ. ആ ഞങ്ങള് 2 ആളും അറിയേണ്ട ഒരു കഥ ഉണ്ട്. കഥയല്ല, ഇതൊരു നടന്ന സംഭവമാണ്. ആ ഉപ്പുപ്പാന്റെ ജീവിതത്തിൽ ഉണ്ടായ കഥ. ഇരിക്കും. അതായത് ആ ഉപ്പുപ്പ കൊറേ കാലം ഗൾഫിലായിരുന്നു. ഗൾഫില് ഇപ്പൊ ഉപ്പച്ചി ചെയ്യണ പോലെ, നിങ്ങളുടെ ഉപ്പച്ചി ചെയ്യണ പോലെ കൊറേ കാലം ഗൾഫിൽ നിന്ന് കൊറേ കഷ്ടപ്പെട്ട് അങ്ങനെ ഉപ്പച്ചിക്ക് ആ ഉപ്പുപ്പാക്ക് ഒരു പെൺകുട്ടി ഉണ്ടായി. നിന്റെ കുട്ടിയുടെ പോലെ തന്നെ ഒരു കുട്ടി. ആ കുട്ടീനെ പഠിപ്പിച്ച് കൊറേ പഠിപ്പിച്ച് വലിയ കുട്ടിയാക്കി അങ്ങനെ കല്യാണം ഉറപ്പിച്ച്. ആ പെൺകുട്ടിക്ക് കല്യാണപ്രായാവോലോ. കല്യാണപ്രായ അന്നയും കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ? ആ അപ്പൊ അതുപോലെ കല്യാണമൊക്കെ ഉറപ്പിച്ച് ആ ഉപ്പൂപ്പ ഗൾഫിൽ നിന്ന് വന്ന് എല്ലാവരോടും കല്യാണമൊക്കെ പറഞ്ഞ് കല്യാണം നടക്കണേന്റെ തലേ ദിവസം ഒരു സംഭവം ഉണ്ടായി. ആ ഉപ്പൂപ്പാന്റെ മോള്, ഈ കല്യാണം ഉറപ്പിച്ച മോളില്ലേ, ആ പെൺകുട്ടി ആരോടും പറയാതെ അത്രകാലം വളർത്തി വലുതാക്കിയ ആ ഉപ്പൂപ്പാനെയും ഉമ്മാനെയും ഒക്കെ ഒഴിവാക്കിയിട്ട് ഏതോ ഒരാളുടെ ഒപ്പം ഒളിച്ചോടിപ്പോയി. ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ? എന്നാ അങ്ങനെ ഉണ്ടായി. കല്യാണം മുടങ്ങിയപ്പോ ആ ഉപ്പൂപ്പാന്റെ സമനില തെറ്റി പറഞ്ഞാ എന്താ? അങ്ങനെ പറയരുത്. മനസ്സ് കൈവിട്ടു പോയി, മെന്റൽ പ്രോബ്ലം ആയി, മനസ്സ് പോയി. അതന്നെ, ചെറിയ ഭ്രാന്ത് പോലെയൊക്കെ തന്നെ നമ്മളങ്ങനെ നാടൻ ഭാഷയിൽ പറയുന്നേ ഉള്ളൂ. പക്ഷെ ആ ഉപ്പൂപ്പാൻ അങ്ങനെയൊന്നും കരുതരുതിട്ടാ, പാവാണ്. അങ്ങനെ ആ ഉപ്പൂപ്പ പിറ്റേ ദിവസം മുതൽ എല്ലാവരെയും കല്യാണം വിളിക്കാൻ ചെയ്യും. എന്റെ മോളുടെ കല്യാണമാണ്, വരണം, എന്റെ മോളുടെ കല്യാണമാണ് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഒരു 10-30 പ്രാവശ്യമെങ്കിലും വന്നിട്ടില്ലേ ഒരു കല്യാണം പറയാൻ? ആ അതാണ്. അപ്പൊ ഇത് നിങ്ങൾ എന്താ പഠിച്ചത്? ആ ഉപ്പൂപ്പാക്ക് അങ്ങനെ മനസ്സ് കൈവിട്ടു പോവാൻ എന്താ കാരണം? വളർത്തി വലുതാക്കി പഠിപ്പിച്ച് സ്നേഹിച്ച് വലുതാക്കിയിട്ടുള്ള മക്കളേനെ അപ്പേനെ ഉമ്മാനെ ഉപേക്ഷിച്ചിട്ട് അപ്പൊ ആർക്കായാലും വിഷമം ഉണ്ടാവൂലേ? എന്റെ കുട്ടികൾ ചെയ്താൽ ഈ ഉപ്പച്ചിക്ക് വിഷമം ഉണ്ടാവൂലേ? നിങ്ങളെ പൊന്നു പോലെയല്ലേ ഉപ്പച്ചി നോക്കണേ? എന്റെ കുട്ടിക്ക് അങ്ങനെ തോന്നരുതിട്ടാ. ഉമ്മ പറയണത് കേട്ടിട്ട് അതേപോലെ ജീവിച്ച് നല്ല ആൾക്കാരായിട്ട് നമ്മുടെ നാട്ടിൽ നല്ലത് പറയിപ്പിച്ച് മനസ്സിലായല്ലോ? ഇതാണ് ആ കഥ. അപ്പൊ നീ നല്ലപോലെ ചിന്തിക്കുക, നല്ലപോലെ പഠിക്കുക, നന്നായിട്ട് നല്ല മനുഷ്യരായിട്ട് വളരുക. നേരത്തെ എന്തിനാ വിളിച്ചിട്ടുണ്ടായിരുന്നേ? സുഖാണിപ്പ. അത് ഞാൻ കുട്ടികളെ പഠിപ്പിക്കായിരുന്നു. ആ ശരിപ്പോ. ഒന്നുമില്ലപ്പ. ഇല്ലപ്പ.
ഇല്ല. ഞാന് പെട്ടെന്ന് ഉപ്പാനെ ഓർത്തപ്പോ നിങ്ങൾ എന്നാ വരിക?